ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അരുൺ ഇൻവെസ്റ്റ് ₹X in a simple interest scheme at the rate of R% per annum for 4 years. If the ratio of the interest received by Arun to X is 3:5, then find the value of R. ഈ ക്വസ്റ്റ്യനിൽ നമുക്ക് വളരെ കുറച്ച് വാല്യൂസ് തന്നിട്ടുള്ളൂ അല്ലേ. നമുക്ക് വാല്യൂ എന്ന് പറയാൻ ആകെ തന്നിരിക്കുന്നത് എന്താ, 4 years അല്ലേ. പിന്നെ തന്നിരിക്കുന്നത് ഒരു റേഷ്യോ ആണ് 3:5 എന്നുള്ളത്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്, ആർ, അതായത് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ റേറ്റ് പെർ ആനമാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇത് കാണുമ്പോൾ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടായിട്ട് തോന്നും, പക്ഷെ നമുക്ക് ഈ റേഷ്യോയിൽ തന്നെ ആൻസറിലേക്ക് പോകാൻ സാധിക്കും. അപ്പോൾ എങ്ങനെയാണെന്ന് നോക്കിയാലോ. ആദ്യം തന്നെ നമുക്ക് തന്നിരിക്കുന്ന റേഷ്യോ എന്താണ്, 3:5 അല്ലേ. 3:5 എന്ന് പറഞ്ഞാൽ എന്തിൻ്റെ റേഷ്യോ ആണ്, ഇൻട്രസ്റ്റിൻ്റെയും. കണ്ടോ, ദ ഇൻട്രസ്റ്റ് റിസീവ്ഡ് ബൈ അരുൺ ടു എക്സ്, അതായത് ഇൻട്രസ്റ്റ് ടു എക്സ്. എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, അരുൺ ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ട് ആണല്ലേ. എക്സ് അപ്പോൾ എന്ത് തന്നെ ആയിരിക്കും, പ്രിൻസിപ്പിൾ തന്നെയായിരിക്കും. പ്രിൻസിപ്പിൾ തന്നെയായിരിക്കും എക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇൻട്രസ്റ്റും പ്രിൻസിപ്പിളും തമ്മിലുള്ള റേഷ്യോ ആണ് 3:5. പ്രിൻസിപ്പിൾ എന്നത് 5x ആണെങ്കിൽ ഇൻട്രസ്റ്റ് എന്നത് എന്തായിരിക്കും, 3x ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇൻട്രസ്റ്റ് എത്ര പെർസെൻറ്റേജ് ആണെന്ന് കണ്ടുപിടിക്കാമല്ലോ. അത് കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം, 5xന്റെ എത്ര പെർസെൻറ്റേജ് ആണ് 3x എന്ന് നോക്കണം. അതെങ്ങനെ കണ്ടുപിടിക്കാം, അതായത് ഇൻട്രസ്റ്റ് പെർസെൻറ്റേജ്. എന്താ ഇൻട്രസ്റ്റ് പെർസെൻറ്റേജ് എന്ന് പറഞ്ഞാൽ 5xന്റെ എത്ര പെർസെൻറ്റേജ് ആണ് 3x അല്ലേ. അതെങ്ങനെ കണ്ടുപിടിക്കാം, 3x/5x × 100. അപ്പോൾ നമുക്ക് ഇവിടെ 20 വന്നു, 20 × 3 = 60% എന്ന് കിട്ടി. അപ്പോൾ നമുക്ക് ഇൻട്രസ്റ്റ് പെർസെൻറ്റേജ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് നമുക്ക് എന്ത് കിട്ടി, 60% എന്ന് കിട്ടി. നമ്മുടെ ക്വസ്റ്റ്യൻ എന്താ, ആറ് കണ്ടുപിടിക്കണം അല്ലേ. റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് പെർ ആനമാണ് ആറ് എന്ന് പറയുന്നത്. നമുക്ക് കിട്ടിയിരിക്കുന്നത് എന്താണ്, കണ്ടോ, 4 വർഷം 4 ഇയേഴ്സിന്റെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഈ 60% എന്ന് പറയുന്നത് 4 ഇയേഴ്സിൻ്റെ ആണ്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് 1 ഇയറിൻ്റെ. അപ്പോൾ സിമ്പിൾ ഇൻട്രസ്റ്റ് ആയതുകൊണ്ട് തന്നെ 1 ഇയറിൻ്റെ എങ്ങനെയാണ്, 60/4 = 15%. ഇതാണ് നമ്മുടെ ആൻസർ.